ഓം ശാന്തി 26/2/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, സുഖം നൽകുന്ന ഒരേയൊരു ബാബയെ ഓർമ്മിക്കൂ. ഈ അല്പസമയത്തിനുള്ളിൽ യോഗബലം ശേഖരിക്കൂ. എങ്കിൽ അന്തിമ സമയത്ത് വളരെ പ്രയോജനപ്പെടും. ചോദ്യം: പരിധിയില്ലാത്ത വൈരാഗിയായ കുട്ടികളെ, നിങ്ങൾക്ക് സദാ ഏത് സ്മൃതിയാണ് ഉണ്ടായിരിക്കേണ്ടത്? ഉത്തരം: ഇത് നമ്മുടെ അപവിത്രമായ ശരീരമാണ്. ഇതിനെ ഉപേക്ഷിച്ച് തിരിച്ചു വീട്ടിലേക്ക് പോകണം. ഈ സ്മൃതി സദാ ഉണ്ടായിരിക്കണം. ബാബയും സമ്പത്തും ഓർമ്മയുണ്ടായിരിക്കണം. മറ്റൊന്നും ഓർമ്മ വരരുത്. ഇതാണ് പരിധിയില്ലാത്ത വൈരാഗ്യം. കർമ്മം ചെയ്ത് ബാബയുടെ ഓർമ്മയിലിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അതിലൂടെ പാപങ്ങളുടെ ഭാരം ശിരസിൽ നിന്നും ഇറങ്ങും. ആത്മാവ് തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമായി മാറും. ഓം ശാന്തി. ബാബ കുട്ടികൾക്ക് ദിവസവും വളരെ സഹജമായ കാര്യമാണ് മനസ്സിലാക്കി തരുന്നത്. ഇതാണ് ഈശ്വരീയ പാഠശാല. വാസ്തവത്തിൽ ഗീതയിലും പറയുന്നുണ്ട് ഭഗവാനോ വാച എന്ന്. ഭഗവാനാകുന്ന അച്ഛൻ എല്ലാവർക്കും ഒന്നാണ്. എല്ലാവർക്കും ഭഗവാനാകാൻ സാധിക്കില്ല. ശരിയാണ്, എല്ലാവരും ഒരച്ഛന്റെ കുട്ടികളായിരിക്കും. ബാബ സ്വർഗമാകുന്ന പുതിയ ലോകത്തിന്റെ സ്ഥാപന നടത്തുന്നു എന്ന് തീർച്ചയായും ബുദ്ധിയിൽ വരണം. ആ അച്ഛനിൽ നിന്ന് നമുക്ക് തീർച്ചയായും സ്വർഗത്തിലെ സമ്പത്ത് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഭാരതത്തിൽ തന്നെയാണ് ശിവജയന്തിയുടെ മഹിമ പാടിയിട്ടുള്ളത്. എന്നാൽ എങ്ങനെയാണ് ശിവജയന്തി ഉണ്ടാകുന്നത് എന്ന് ബാബയാണ് വന്ന് മനസ്സിലാക്കി തരുന്നത്. ബാബ വരുന്നത് തന്നെ കൽപ്പത്തിലെ സംഗമ യുഗത്തിലാണ്. കുട്ടികളെ വീണ്ടും പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റാൻ, അതായത് സമ്പത്ത് നൽകാൻ. ഈ സമയം എല്ലാവർക്കും രാവണന്റെ ശാപമാണ്. അതുകൊണ്ട് എല്ലാവരും ദുഃഖികളാണ്. ഇപ്പോൾ കലിയുഗമാകുന്ന പഴയ ലോകമാണ്. നമ്മൾ ബ്രഹ്മമുഖ വംശാവലിയായ ബ്രാഹ്മണരാണ് എന്ന് സദാ ഓർമ്മയിൽ വയ്ക്കൂ. ആരെല്ലാമാണോ സ്വയത്തെ ബ്രഹ്മകുമാരനും ബ്രഹ്മകുമാരിയുമാണെന്ന് മനസ്സിലാക്കുന്നത്, അവർ തീർച്ചയായും ഇത് മനസ്സിലാക്കണം. ഓരോ കൽപ്പത്തിലും നമ്മൾ അച്ഛനിൽ നിന്നും ബ്രഹ്മാവിലൂടെ സമ്പത്തെടുക്കുന്നു. ഇത്രയും അധികം കുട്ടികൾ മറ്റാർക്കും ഉണ്ടാകില്ല. ശിവബാബ എല്ലാവരുടെയും അച്ഛനാണ്. ബ്രഹ്മാവും ശിവബാബയുടെ കുട്ടിയാണ്. എല്ലാ കുട്ടികൾക്കും സമ്പത്ത് അച്ഛനിൽ നിന്നാണ് ലഭിക്കുന്നത്. സത്യയുഗത്തിലെ രാജധാനിയാണ് ബാബയുടെ സമ്പത്ത്. പരിധിയില്ലാത്ത ബാബ സ്വർഗത്തിന്റെ രചയിതാവാണെങ്കിൽ തീർച്ചയായും നമുക്ക് സ്വർഗത്തിലെ രാജ്യഭാഗ്യം ഉണ്ടായിരിക്കണം. എന്നാൽ ഇത് മറന്നുപോയിരിക്കുകയാണ്. നമുക്ക് സ്വർഗത്തിലെ രാജ്യഭാഗ്യം ഉണ്ടായിരുന്നു. എന്നാൽ നിരാകാരനായ അച്ഛൻ എങ്ങനെ നൽകും? തീർച്ചയായും ബ്രഹ്മാവിലൂടെ നൽകും. ഭാരതത്തിൽ ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൽപ്പത്തിലെ സംഗമമാണ്. സംഗമയുഗത്തിൽ ബ്രഹ്മാവുള്ളതുകൊണ്ടാണ് BK എന്ന് പറയുന്നത്. ഇതിൽ അന്ധവിശ്വാസത്തിന്റെ ഒരു കാര്യവുമില്ല. ഇവിടെ ദത്തെടുക്കുകയാണ്. നമ്മൾ ബ്രഹ്മകുമാരനും ബ്രഹ്മകുമാരിമാരുമാണ്. ബ്രഹ്മാവ് ശിവബാബയുടെ കുട്ടിയാണ്. നമുക്ക് ശിവബാബയിലൂടെ വീണ്ടും സ്വർഗത്തിലെ ചക്രവർത്തി പദവി ലഭിക്കുകയാണ്. ആദ്യവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. 5000 വർഷം കടന്നുപോയി. നമ്മൾ ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരായിരുന്നു. അവസാനം വരെ വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്രിസ്തു വന്നു. അതിനാൽ ഇപ്പോൾ ക്രിസ്ത്യൻ ധർമ്മമുണ്ട്. അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ക്രിസ്ത്യാനികൾക്കറിയാം, ക്രിസ്തുവിലൂടെയാണ് അവർ ക്രിസ്ത്യാനികളായി മാറിയത്. ഇന്നേക്ക് 2000 വർഷം മുൻപ് ക്രിസ്തു വന്നിരുന്നു. ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം സതോപ്രധാനം, പിന്നീട് രജോ,
തമോയിലേക്ക് വരണം. നിങ്ങൾ സത്യയുഗത്തിൽ സത്തോ പ്രധാനരായിരുന്നു. പിന്നീട് രജോ തമോയിലേക്ക് വന്നു. തമോ പ്രധാനമായ സൃഷ്ടി പിന്നീട് തീർച്ചയായും സത്തോ പ്രധാനമായി മാറുക തന്നെ ചെയ്യും. പുതിയ ലോകത്തിൽ ആദി സനാതന ദേവീദേവതാ ധർമ്മമായിരുന്നു. മുഖ്യമായി 4 ധർമ്മങ്ങളാണ് ഉള്ളത്. നിങ്ങളുടെ ധർമ്മം പകുതി കൽപ്പം വരെ തുടരുന്നു. ഇവിടെയും നിങ്ങൾ സനാതന ധർമ്മത്തിലേതാണ്. എന്നാൽ വികാരികളായത് കാരണം നിങ്ങൾക്ക് സ്വയം ദേവീ ദേവതകളെന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങൾ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലേതായിരുന്നു. എന്നാൽ വാമമാർഗത്തിൽ പോയത് കാരണം നിങ്ങൾ പതീതമായി മാറി. അതിനാൽ സ്വയത്തെ ഹിന്ദു എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണരായി മാറിയിരിക്കുന്നു. ഉയർന്നതിലും ഉയർന്നത് ശിവബാബയാണ്. പിന്നീട് നിങ്ങൾ ബ്രാഹ്മണരാണ്. നിങ്ങൾ ബ്രാഹ്മണരുടെ ഉയർന്നതിലും ഉയർന്ന വർണ്ണമാണ്. ബ്രഹ്മാവിന്റെ കുട്ടികളായി മാറിയിരിക്കുകയാണ്. എന്നാൽ സമ്പത്ത് ബ്രഹ്മാവിൽ നിന്ന് ലഭിക്കില്ല. ശിവബാബ ബ്രഹ്മാവിലൂടെ സ്വർഗം സ്ഥാപിക്കുന്നു. നിങ്ങൾ ആത്മാക്കൾ ഇപ്പോൾ ബാബയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ബാബ പറയുന്നു, എന്നിലൂടെ എന്നെ അറിയുന്നത് കാരണം മുഴുവൻ സൃഷ്ടി ചക്രത്തിന്റെയും ജ്ഞാനം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ജ്ഞാനം എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ജ്ഞാനത്തിന്റെ സാഗരം, ആനന്ദത്തിന്റെ സാഗരം, പവിത്രതയുടെയും സാഗരമാണ്. 21 ജന്മം നിങ്ങൾ പവിത്രമായി മാറുന്നു. പിന്നീട് വിഷയസാഗരത്തിൽ വീണുപോകുന്നു. ഇപ്പോൾ ജ്ഞാനസാഗരമായ ബാബ നിങ്ങളെ പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റുന്നു. ഗംഗാജലത്തിനൊന്നും പാവനമാക്കി മാറ്റാൻ സാധിക്കില്ല. സ്നാനം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും പാവനമാകുന്നില്ല. ഈ നദികൾ സത്യയുഗത്തിലുമുണ്ട്, കലിയുഗത്തിലുമുണ്ട്. വെള്ളത്തിന് വ്യത്യാസമുണ്ടായിരിക്കില്ലല്ലോ. പറയാറുണ്ട്, സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു രാമനാണെന്ന്. ബാബയാകുന്ന രാമൻ തന്നെയാണ് ജ്ഞാനത്തിന്റെ സാഗരവും പതീത പാവനനും. ബാബ വന്ന് ജ്ഞാനം മനസ്സിലാക്കി തരുന്നതിലൂടെ നിങ്ങൾ സ്വർഗത്തിലെ അധികാരിയായി മാറുന്നു. സത്യത്രേതായുഗത്തിൽ ഭക്തി ശാസ്ത്രങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ബാബയിൽ നിന്ന് സദാ സുഖത്തിന്റെ സമ്പത്ത് എടുക്കുന്നു. സത്യയുഗത്തിൽ ഗംഗാസ്നാനമോ അല്ലെങ്കിൽ യാത്രയോ ചെയ്യേണ്ടതായ ആവശ്യമില്ല. നിങ്ങളുടേത് ആത്മീയ യാത്രയാണ്. ഇതൊരു മനുഷ്യനും പഠിപ്പിക്കാൻ സാധിക്കില്ല. ബാബ സർവ ആത്മാക്കളുടെയും അച്ഛനാണ്. ശരീരത്തിന്റെ പിതാവ് ഒരുപാടുണ്ട്. ആത്മീയ അച്ഛൻ ഒന്നു മാത്രമേയുള്ളൂ. ഇത് ഉറച്ച രീതിയിൽ ഓർമ്മയിൽ വയ്ക്കൂ. നിങ്ങൾക്ക് എത്ര അച്ഛന്മാരുണ്ടെന്ന് ബാബയും ചോദിക്കുമ്പോൾ ആശയക്കുഴപ്പത്തിൽ വരുന്നു. ഇവർ എന്താണ് ചോദിക്കുന്നതെന്ന്. അച്ഛൻ എല്ലാവർക്കും ഒന്നു മാത്രമല്ലേ ഉള്ളൂ. 2ഉം 3ഉം അച്ഛൻ എങ്ങനെയാണ് ഉണ്ടാവുക? ബാബ മനസ്സിലാക്കി തരുന്നു, ദുഃഖത്തിലാണ് ഭഗവാനെ ഓർമ്മിക്കുന്നത്. ദുഃഖത്തിൽ എപ്പോഴും പറയുന്നു, അല്ലയോ പരംപിത പരമാത്മാവേ, ഞങ്ങളെ ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കൂ എന്ന്. അതിനാൽ 2 അച്ഛന്മാരായില്ലേ? ഒന്ന് ശരീരത്തിന്റെ അച്ഛനും മറ്റൊന്ന് ആത്മീയ അച്ഛനും. അങ്ങ് മാതാവും പിതാവുമാണ്. നമ്മൾ അങ്ങയുടെ സന്താനങ്ങളാണ്. അങ്ങയുടെ കൃപയാൽ അളവറ്റ സുഖമുണ്ട് എന്ന മഹിമ പാടുന്നത് ആത്മീയ അച്ഛന്റേതാണ്. ലൗകിക അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന് അളവറ്റ സുഖം ലഭിക്കുന്നില്ല. ദുഃഖമുണ്ടാകുമ്പോൾ ഭഗവാനാകുന്ന ബാബയെ സ്മരിക്കുന്നു. ഈ ബാബ മാത്രമാണ് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നത്. മറ്റൊരാൾക്കും ചോദിക്കാൻ സാധിക്കില്ല. ഭക്തിമാർഗത്തിൽ നിങ്ങൾ പാടാറുണ്ട്, ബാബ അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങയിൽ നിന്നുമല്ലാതെ മറ്റാരിൽ നിന്നും കേൾക്കില്ല. മറ്റെല്ലാവരും ദുഃഖമാണ് നൽകുന്നത്. ബാബ തന്നെയാണ് സുഖം നൽകുന്നത്. അതിനാൽ ബാബ വന്ന് നിങ്ങൾ എന്താണ് പറഞ്ഞിരുന്നതെന്ന് സ്മൃതി ഉണർത്തിത്തരുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെയാണ് ബ്രഹ്മകുമാരിയെന്നും ബ്രഹ്മകുമാരനെന്നും അറിയപ്പെടുന്നത്.
മനുഷ്യരുടേത് കല്ല് ബുദ്ധിയായത് കാരണം അവർ BK എന്ന് എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല. മമ്മയും ബാബയും ആരാണ്? ഇവർ സന്യാസിയൊന്നുമല്ല. സന്യാസിയെ ഗുരു എന്ന് പറയും. മാതാവും പിതാവും എന്ന് പറയില്ല. ബാബയാകുന്ന അച്ഛൻ വന്ന് ദൈവിക ധർമ്മത്തിന്റെ സ്ഥാപന നടത്തുന്നു. അവിടെ ഈ ലക്ഷ്മി നാരായണനും രാജാ റാണിയായി രാജ്യം ഭരിച്ചിരുന്നു. ആദ്യം പവിത്രമായിരുന്നു, പിന്നീട് അപവിത്രമായി മാറുന്നു. പൂജ്യരായവരാണ് പിന്നീട് 84 ജന്മങ്ങൾ എടുക്കുന്നത്. ആദ്യം പരിധിയില്ലാത്ത അച്ഛന്റെ 21 ജന്മത്തെ സുഖത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നു. 21 കുലം ഉദ്ധരിക്കുന്നവരാണ് കുമാരിമാർ. ഇത് നിങ്ങളുടെ മഹിമയാണ്. നിങ്ങൾ കുമാരിമാരാണ്, ഗൃഹസ്ഥികളല്ല. വലിയവരാണെങ്കിലും മർജീവയായി മാറി എല്ലാവരും ബാബയുടെ ആൺകുട്ടികളും പെൺകുട്ടികളുമായി കഴിഞ്ഞു. പ്രജാപിത ബ്രഹ്മാവിന് ഒരുപാട് കുട്ടികളുണ്ട്. ഇനിയും വൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് ഈ ബ്രാഹ്മണരെല്ലാവരും ദേവതകളായി മാറും. ഇത് ശിവബാബയുടെ യജ്ഞമാണ്. ഇതിനെയാണ് രാജസ്വ യജ്ഞം, സ്വരാജ്യം പ്രാപ്തമാക്കാനുള്ള യജ്ഞം എന്ന് പറയുന്നത്. ആത്മാക്കൾക്ക് ബാബയിൽ നിന്നും സ്വർഗരാജ്യത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നു. ഈ രാജസ്വ അശ്വമേധ യജ്ഞത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ശരീരസഹിതം എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ബലിയർപ്പണമാക്കണം, അല്ലെങ്കിൽ സ്വാഹ ചെയ്യണം. ഈ യജ്ഞത്തിലൂടെ നിങ്ങൾ വീണ്ടും രാജ്യം പ്രാപ്തമാക്കും. ബാബ ഓർമ്മിപ്പിക്കുകയാണ്, ഭക്തിമാർഗത്തിൽ നിങ്ങൾ തന്നെയാണ് പാടിയിരുന്നത്, അല്ലയോ ബാബ? ബാബ വരുമ്പോൾ ഞങ്ങൾ ബലിയർപ്പണമാകും, സമർപ്പണമാകും എന്ന്. ഇപ്പോൾ നിങ്ങളെല്ലാവരും സ്വയത്തെ ബ്രഹ്മകുമാരൻ എന്നും ബ്രഹ്മകുമാരി എന്നും മനസ്സിലാക്കുന്നു. ഗൃഹസ്ഥത്തിലിരിക്കൂ, പക്ഷെ കമലപുഷ്പത്തിന് സമാനം പാവനമായി മാറണം. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കൂ. നമ്മൾ ബാബയുടെ കുട്ടികളാണ്. നിങ്ങൾ ആത്മാക്കൾ പ്രിയതമകളാണ്. ബാബ പറയുന്നു, ഞാനാണ് ഒരേ ഒരു പ്രിയതമൻ. നിങ്ങൾ പ്രിയതമനാകുന്ന എന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പകുതി കൽപ്പത്തിലെ പ്രിയതമകളാണ്. പരംപിത പരമാത്മാവ് എന്ന് പറയുന്നത് നിരാകാരനെയാണ്. നിരാകാരനായ ആത്മാവും ഈ ശരീരത്തിലൂടെയാണ് പാർട്ട് അഭിനയിക്കുന്നത്. ഭക്തി മാർഗത്തിലും നിങ്ങൾ പാർട്ട് അഭിനയിക്കണം. ഭക്തി എന്നാൽ രാത്രി. അന്ധകാരത്തിൽ മനുഷ്യർ അലയുന്നു. ദ്വാപരയുഗം മുതലാണ് നിങ്ങൾ അലയാൻ തുടങ്ങിയത്. ഈ സമയം മഹാദുഃഖിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ പഴയ ലോകത്തിന്റെ അവസാനമാണ്. ഈ പൈസയെല്ലാം മണ്ണിനോട് ചേരുക തന്നെ വേണം. കോടിപതികളാണെങ്കിലും രാജാക്കന്മാരാണെങ്കിലും അവർക്ക് കുട്ടികൾ ജനിക്കുമ്പോൾ അറിയാം ഈ ധനമെല്ലാം ഇവർക്കുള്ളതാണ്. കുട്ടികളും പേരക്കുട്ടികളും അനുഭവിക്കുമെന്ന്. ബാബ പറയുന്നു, ആരും ഒന്നും അനുഭവിക്കില്ല. ഈ ലോകം തന്നെ ഇല്ലാതാകാൻ പോകുകയാണ്. ബാക്കി കുറച്ചു സമയം മാത്രമേ ഉള്ളൂ. ഒരുപാട് വിഘ്നങ്ങൾ ഉണ്ടാകും. പരസ്പരം കലഹിക്കും. രക്തത്തിന്റെ നദി ഒഴുകുന്ന തരത്തിൽ അവസാനം യുദ്ധമുണ്ടാകും. നിങ്ങൾക്ക് ആരുമായും യുദ്ധമില്ല. നിങ്ങൾ യോഗബലത്താലാണ് കഴിയുന്നത്. നിങ്ങൾ ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ, മോശമായ ചിന്തയും കൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായ സാക്ഷാത്കാരമുണ്ടായി ഉടൻ തന്നെ അവർ ഓടിപ്പോകും. നിങ്ങൾ ശിവബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ അവർ ഓടിപ്പോകും. ആരാണോ പക്കാ കുട്ടികൾ അവർ എന്റേത് ഒരു ശിവബാബ, മറ്റാരുമില്ല എന്ന പുരുഷാർത്ഥത്തിൽ കഴിയുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, കൈകൊണ്ട് കർമ്മം ചെയ്യുകയാണെങ്കിലും കുട്ടികൾക്ക് വീടിനെയും സംരക്ഷിക്കണം. നിങ്ങൾ ആത്മാക്കൾ ബാബയെ ഓർമ്മിക്കൂ, എന്നാൽ എല്ലാ പാപഭാരവും ഇല്ലാതാകും. ബാബയെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമായി മാറും. എന്നാൽ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് മാത്രം. പിന്നീട് നിങ്ങൾ എല്ലാവരും ഈ ശരീരം ഉപേക്ഷിക്കും.
ബാബ എല്ലാ ആത്മാക്കളെയും കൊതുകൻ കൂട്ടത്തെ പോലെ കൊണ്ടുപോകും. ബാക്കി മുഴുവൻ ലോകത്തിനും ശിക്ഷകൾ അനുഭവിക്കണം. വളരെ കുറച്ചുപേർ മാത്രമേ ഭാരതത്തിൽ വസിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ മഹാഭാരത യുദ്ധം ഉള്ളത്. ബ്രാഹ്മണരുടേതും ധാരാളം അഭിവൃദ്ധി ഉണ്ടായിരിക്കും. പ്രദർശിനിയിലൂടെയും പ്രൊജക്ടറിലൂടെയുമെല്ലാം എത്ര പേരാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ പ്രജയായി മാറുന്നു. രാജാവ് ഒരാൾ മാത്രമല്ലേ ഉണ്ടാകൂ, ബാക്കിയെല്ലാം പ്രജകളാണ്. മന്ത്രിയും പ്രജയുടെ വരിയിലേ വരൂ. ധാരാളം പ്രജകൾ ഉണ്ടാകും. ഒരു രാജാവിന് ലക്ഷക്കണക്കിന് പ്രജകൾ ഉണ്ടായിരിക്കും. അതിനാൽ രാജാ റാണിയാകുന്നതിനായി തീർച്ചയായും പരിശ്രമിക്കേണ്ടതായി ഉണ്ട്. ബാബ പറയുന്നു, എല്ലാം ചെയ്തുകൊണ്ടും നിരന്തരം എന്നെ ഓർമ്മിക്കൂ. എങ്ങനെയാണോ പ്രിയതമകളും പ്രിയതമനും പരസ്പരം ഓർമ്മിക്കുന്നത്, അവരുടേത് ശരീരത്തിന്റെ സ്നേഹമാണ്. നിങ്ങൾ കുട്ടികൾ ഈ സമയം പ്രിയതമകളാണ്. നിങ്ങളുടെ പ്രിയതമൻ വന്നിരിക്കുന്നു. നിങ്ങളെ പഠിപ്പിക്കുകയാണ്. പഠിച്ചു പഠിച്ച് നിങ്ങൾ ദേവതയായി മാറും. ഓർമ്മയിലൂടെ വികർമ്മങ്ങൾ വിനാശമാകുകയും നിങ്ങൾ സദാ നിരോഗികളായി മാറുകയും ചെയ്യും. പിന്നീട് 84ന്റെ ചക്രവും ഓർമ്മിക്കണം. സത്യയുഗത്തിൽ ഇത്ര ജന്മം, ത്രേതായുഗത്തിൽ ഇത്ര ജന്മം. നമ്മൾ ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർ പൂർണമായും 84ന്റെ ചക്രം കറങ്ങിയിട്ടുണ്ട്. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ വളരെയധികം വൃദ്ധി പ്രാപിക്കും. നിങ്ങൾക്ക് ആയിരക്കണക്കിന് സെന്ററുകൾ ഉണ്ടാകും. ഓരോ തെരുവ് തോറും നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ഇപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകാം. ഇത് അപവിത്രമായ ശരീരമാണ്. ഇതാണ് പരിധിയില്ലാത്ത വൈരാഗ്യം. സന്യാസിമാർ പരിധിയുള്ള വീടാണ് ഉപേക്ഷിക്കുന്നത്. അവർ ഹഠയോഗികളാണ്. അവർ രാജയോഗം പഠിപ്പിക്കുന്നില്ല. പറയുന്നുണ്ട് ഈ ഭക്തിയും അനാദിയാണ് എന്ന്. ബാബ പറയുന്നു, ഈ ഭക്തി ദ്വാപരയുഗം മുതലാണ് ആരംഭിക്കുന്നത്. 84 ജന്മങ്ങൾ ഇറങ്ങി ഇപ്പോൾ നിങ്ങൾ തമോ പ്രധാനമായി മാറി. നിങ്ങൾ തന്നെയാണ് ദേവീ ദേവതകളായി മാറുന്നത്. ക്രിസ്ത്യാനികൾ പറയും അവർ ക്രിസ്ത്യൻ ആയിരുന്നു എന്ന്. നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യം സത്യയുഗത്തിലായിരുന്നു. ബാബ ദേവീ ദേവതാ ധർമ്മം സ്ഥാപിച്ചു. ലക്ഷ്മി നാരായണനായവർ ഇപ്പോൾ ബ്രാഹ്മണരായി മാറി. സത്യയുഗത്തിൽ ഒരു രാജാവും റാണിയും ഒരു ഭാഷയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതും നിങ്ങൾ കുട്ടികൾ സാക്ഷാത്കാരം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ആദി സനാതന ധർമ്മത്തിന്റേതാണ്. നിങ്ങൾ തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. മനുഷ്യർ പറയുന്നു ആത്മാവ് നിർലേപമാണ്, ഈശ്വരൻ സർവവ്യാപിയാണെന്ന്. ഇത് തെറ്റാണ്. എല്ലാവരിലുമുള്ളത് ആത്മാവാണ്. പിന്നെങ്ങനെ നമ്മളിലും പരമാത്മാവുണ്ടെന്ന് പറയാൻ സാധിക്കും? അപ്പോൾ എല്ലാവരും അച്ഛന്മാരായി മാറിയില്ലേ? എത്ര തമോപ്രധാനമായിരിക്കുന്നു. മുമ്പെല്ലാം എന്ത് കേൾക്കുകയാണെങ്കിലും അത് അംഗീകരിക്കുമായിരുന്നു. ഇപ്പോൾ ബാബ വന്ന് സത്യം കേൾപ്പിക്കുന്നു. നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ 3ാം നേത്രം നൽകുന്നു. അതിലൂടെ നിങ്ങൾ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തെ അറിയുന്നു. ഇത് തന്നെയാണ് അമരകഥ. ബാക്കി സൂക്ഷ്മവതനത്തിലൊന്നും അമരകഥയില്ല. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ തൈകളാണ്. നിങ്ങൾ അമരന്മാരായി മാറുന്നതിന് വേണ്ടി അമരകഥ കേൾക്കുകയാണ്. സത്യയുഗത്തിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടി ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം എടുക്കും. ഇവിടെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ കരയുന്നു. സത്യയുഗത്തിൽ രോഗങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സദാ ആരോഗ്യമുള്ളവരാകുന്നു. ആയുസ്സും വർദ്ധിക്കുന്നു. സത്യയുഗത്തിൽ ആരും പതിതരായിട്ടില്ല. നമ്മളാണ് 84 ജന്മങ്ങളുടെ ചക്രവും പൂർത്തിയാക്കിയത് എന്ന് ഉറപ്പാക്കണം. ഇപ്പോൾ ബാബ നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. പാവനമായി മാറാനുള്ള യുക്തികളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അച്ഛനായ എന്നെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ.
സത്യയുഗത്തിൽ 16 കലാസമ്പൂർണരും പിന്നീട് കലകൾ കുറഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. ഇപ്പോൾ നമ്മളിൽ ഒരു കലയുമില്ല. ബാബ തന്നെയാണ് ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കി സുഖത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ബാബയെ മുക്തിദാതാവെന്ന് പറയുന്നത്. എല്ലാവരെയും ബാബ തന്റെ കൂടെ കൊണ്ടുപോകുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ ആത്മാക്കളെ കൂടെ കൊണ്ടുപോകുന്നു. നിങ്ങൾ സമ്പൂർണരായി മാറുന്നില്ല എങ്കിൽ ശിക്ഷകൾ അനുഭവിക്കുകയും പദവി ഭ്രഷ്ടമാവുകയും ചെയ്യും. ഇവിടെ രാജധാനിയാണ് സ്ഥാപിക്കപ്പെടുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ആരെങ്കിലും മോശചിന്തയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ തന്നെ അവർ പരിവർത്തനപ്പെടണം. അങ്ങനെയുള്ള യോഗാഭ്യാസം ഉണ്ടായിരിക്കണം. എന്റേത് ഒരു ശിവബാബ, മറ്റാരുമില്ല. ഈ പുരുഷാർത്ഥത്തിൽ കഴിയണം. 2. സ്വരാജ്യം പ്രാപ്തമാക്കണമെങ്കിൽ ശരീരസഹിതം എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം ബലിയർപ്പിക്കണം. എപ്പോൾ ഈ രുദ്രയജ്ഞത്തിൽ സർവ്വതും സ്വാഹ ചെയ്യുന്നുവോ അപ്പോൾ രാജ്യപദവി പ്രാപ്തമാകും. വരദാനം: സഹനശക്തിയുടെ വിശേഷതയിലൂടെ മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ പരിവർത്തനം ചെയ്യുന്ന ദൃഢസങ്കല്പധാരിയായി ഭവിക്കട്ടെ. ബ്രഹ്മബാബ ജ്ഞാനികളിൽ നിന്നും അജ്ഞാനികളിൽ നിന്നും അപമാനങ്ങൾ സഹിച്ച് അവരെ പരിവർത്തനം ചെയ്തതുപോലെ ഫോളോ ഫാദർ ചെയ്യൂ. ഇതിനായി നിങ്ങളുടെ സങ്കല്പങ്ങളിൽ ദൃഢത ധാരണ ചെയ്യൂ. അത് എത്രത്തോളം പോകുമെന്ന് ചിന്തിക്കരുത്. എങ്ങനെയാകും, എവിടം വരെ സഹിക്കും എന്നാദ്യം കുറച്ച് ചിന്തിക്കും. എന്നാൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും നിങ്ങൾ നിശബ്ദത പാലിക്കുക, സഹിക്കുക. അപ്പോൾ അവരും പരിവർത്തനമാകും. നിരാശപ്പെടുന്നവരാകരുത്. സ്ലോഗൻ: സംഗമത്തിൽ സഹിക്കുകയും കീഴടങ്ങുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മഹത്വം. അവ്യക്ത സൂചന: ഐക്യത്തിന്റെയും വിശ്വാസത്തിന്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. കുട്ടികൾ അവരുടെ കൂട്ടാളികൾക്കിടയിലും സേവനത്തിലും അന്തരീക്ഷത്തിലും ഐക്യം പുലർത്തണമെന്ന് ബാബ്ദാദ ആഗ്രഹിക്കുന്നു. പിന്നെ ഏകബലം, ഏകവിശ്വാസം, ഏക അഭിപ്രായം ഉണ്ടാകണം. അപ്പോൾ സേവനത്തിൽ സഫലത ലഭിക്കും. നാളികേരം ഉടച്ചും റിബൺ മുറിച്ചും ഉദ്ഘാടനം ചെയ്യുന്നത് പോലെ ഏകമതം, ഏകബലം, ഏകവിശ്വാസം, ഏകതയുടെ റിബൺ മുറിക്കൂ. പിന്നെ സർവരുടെയും സന്തുഷ്ടതയുടെയും പ്രസന്നതയുടെയും നാളികേരം ഉടയ്ക്കുക. ഈ വെള്ളം ഭൂമിയിലേക്ക് ഒഴുകുക. എന്നിട്ട് എത്രമാത്രം സഫലത കൈവരിക്കുന്നു എന്ന് കാണൂ. ഓം ശാന്തി.